രാജ്കുമാർ, കുട്ടികളടക്കമുള്ളവർ മരണപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൂടുതലായി ഈ ഒരു അടുത്ത സമയത്ത് നമ്മളിലേക്ക് എത്തുന്ന വിവരം. കുട്ടികളടക്കം ഏതാണ്ട് 28 പേർ മരണപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നൊരു സാഹചര്യം കൂടിയാണ് അവിടെയുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ. അതായത് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ സ്ഥലത്തുണ്ട്. അദ്ദേഹം പറയുന്നത് 31 പേർ മരിച്ചു എന്നാണ്. 31 പേരുടെ വിവരമാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത്. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അവിടെ എത്തുന്നുണ്ട്, ആശ്വസിപ്പിക്കാൻ എത്തുന്നുണ്ട്. നിലവിൽ അവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ മറ്റു മന്ത്രിമാരെയും അടിയന്തരമായി കരൂരിലെത്താനായി നിർദ്ദേശം നൽകിയിരുന്നു. വളരെ ചെറിയ ഒരു സ്ഥലമായിരുന്നു. ഈ മുൻകരുതലുകളൊന്നും സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ന് നാമക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ ജില്ലകൾ തിരുപ്പൂരും തൃച്ചിയും എല്ലാം കവർ ചെയ്ത് തിരിച്ച് ഈ കരൂരിലേക്ക് വരുമ്പോഴാണ് ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. നമുക്കൊരിക്കലും ഇത് ദയനീയമായ കാഴ്ചയാണ്. അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. പരമാവധി അവിടെ ഈ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന അവിടുത്തെ ഡോക്ടർമാർ, നഴ്സുമാർ, അവർ കണ്ടു നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ, നമുക്കൊരിക്കലും വിവരിക്കാൻ കഴിയാത്ത വിധം ഈ അടുത്ത നാളുകളിൽ നമുക്കൊരിക്കലും കാണാൻ പറ്റാത്ത വിധം ഒരു വലിയ മഹാദുരന്തമായി ഇത് മാറുകയാണ്. ഒരു തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതൊരു പുതിയ സംഭവമായി മാറുകയാണ്. ഇതുവരെ തമിഴ്നാട്ടിൽ തിക്കിലും തിരക്കിലും പെട്ട് ഇതുപോലെ കൊല്ലപ്പെട്ട ഒരു സംഭവമല്ല. മുൻകാലങ്ങളിൽ MGR ഉൾപ്പെടെയുള്ളവർ, ജയലളിത ഉൾപ്പെടെയുള്ളവർ ഇതുപോലെ ഇങ്ങനെയൊക്കെ പല റാലികൾ നടത്തുമ്പോൾ അപകടം പറ്റുന്നത് വളരെ ചെറിയ സംഭവങ്ങൾ. പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും തമിഴ്നാടിന്റെ ചരിത്രത്തിൽ 31 പേർ മരിച്ച ഒരു സംഭവം. നമുക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത അതിദയനീയമായ രംഗങ്ങളാണ് ഇപ്പോൾ കരൂരിലെ സർക്കാർ ആശുപത്രിയുടെ ആ പരിസരം സാക്ഷ്യം വഹിക്കുന്നത്.